ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയത് വീട്ടിൽ വെച്ച്. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബാക്കി വീഡിയോയിലേക്ക് വാങ്ങിച്ച് എല്ലാം ഉണ്ടാക്കുന്ന തൊട്ട് കഴിക്കുന്നവരാണെന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ കാണാം. നമ്മളവരെ ചിക്കൻ ഉണ്ടാക്കാൻ പോയാണ്. ഓക്കെ, ആദ്യം തന്നെ എണ്ണയിൽ കടുക് ഇടണം. ഇനി ഇതിനാവശ്യമെന്ന് പറയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചരച്ച് പേസ്റ്റാണ് ഇനി ഉണ്ടാക്കാനുള്ളത്. അങ്ങനെ നമ്മൾ എണ്ണയിൽ ഇതിലേലും കരിവേപ്പില, ഓക്കെ, അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചിടുന്നു. ഇനി ഇതിനകത്തോട്ട് ഇടാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇതിനകത്തോട്ട് ഇടണം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇടുമ്പം അത് നല്ലപോലെ വഴറ്റി വരുന്നതായിരിക്കും. ഇനി വഴറ്റി വന്നിട്ട് ഇനി കാണാൻ കഴിയും നമുക്ക്. അങ്ങനെ ചിക്കൻ വാങ്ങിച്ച് അതെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ കഴിയും നമുക്ക്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട്, കുറച്ച് മുളക് പൊടി ഇട്ട്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ കഴിയും. പൊരിയണം കൂടെ ഉണ്ടായിരുന്നു, ഉപ്പ് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ കഴിയും. ഇനി മിക്സ് ചെയ്തിട്ട് കാണാൻ കഴിയും നമുക്ക്. നമ്മൾ വഴറ്റാൻ നേരത്തെ വെച്ച ഉള്ളിയൊക്കെ ഒരുവിധം വഴറ്റി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് മുളക് പൊടി ഇടാം. ഇതിപ്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടെ മുളക് പൊടി ഇടും കേട്ടോ. നമുക്ക് മല്ലിപ്പൊടി ഇല്ലേ, മല്ലിപ്പൊടിയും ഇടാം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. അതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനകത്തോട്ട് ഇടാൻ കഴിച്ചിട്ടുണ്ടോ. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കണം. അതിനകത്തുള്ള അരപ്പെല്ലാം ചിക്കനിൽ പറ്റി പിടിക്കാനാണ്. അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുക. അടച്ച് വെച്ച് നല്ലോണം വെന്തിട്ട് ഇനി കാണാം ഗൈസ്. ചിക്കൻ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് മസാലപ്പൊടിയും പിന്നെ കറിവേപ്പിലയും കൂടെ ഇടുമ്പോഴത്തേക്ക് ചിക്കൻ കറി സെറ്റാകും. പിന്നെ നമുക്ക് ചോറും കൂടെ തിന്നാൽ മതി. ഓക്കെ, നമുക്ക് ഇനി മസാലപ്പൊടി ഇടാം ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ. അടച്ചു വയ്ക്കണം, ഇളക്കിയല്ലേ അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചതിന് ശേഷം 2 മിനിറ്റ് വെച്ചേക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി സെറ്റ് ആവാനായിരിക്കും. നമ്മൾ ഇനി ചോറിന് സമയത്ത് കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചോറ് ഞാൻ പോയാണ്. അപ്പോൾ ഇനി ചോറ് വന്നിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. ഓക്കെ.